ബി.ജെ.പി. ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തത്സമയം 14-ാം തീയതിയാണ് ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തത്. അതിനുശേഷമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടാൻ കഴിയുന്നത്. ഇന്ന് തീയതി 21. ഈ ചുരുങ്ങിയ 7 ദിവസത്തിനുള്ളിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം കേവലം 7 ദിവസം കൊണ്ട് അത് ചെയ്തെങ്കിൽ പിന്നെ മാറ്റം വന്നു 8 കട്ടയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നഗരസഭയിൽ ബി.ജെ.പി. ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗമാണ് ചേരുന്നത്. നടപടിക്രമങ്ങളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ കൗൺസിൽ യോഗമാണ് ചേരുന്നത്. പ്രധാനമായും 6 അജണ്ടകളാണ് ഈ കൗൺസിൽ യോഗത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൗൺസിൽ യോഗമാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ രാജു ഉൾപ്പെടെയുള്ളവർ ആദ്യം തന്നെ 2:30 ഹാളിലേക്ക് എത്തുന്ന 2:30ക്കാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗം തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും 6 അജണ്ടകളാണ് ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൗൺസിൽ യോഗം പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഈ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. എന്നാൽ അതിന്റെ ഭരണപക്ഷം മറുപടി പറയുന്നത് അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്കില്ല എന്നത് തന്നെയായിരുന്നു ഭരണപക്ഷ കൗൺസിൽ അംഗങ്ങളുടെ മറുപടി എന്നത്. എന്തായാലും കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. 6 അജണ്ടകളാണ് പ്രധാനമായും ഈ കൗൺസിൽ യോഗത്തിൽ ആദ്യത്തെ കൗൺസിൽ യോഗത്തിലുള്ളത്.